ഹായ് ഗായ്സ്, വെൽക്കം ടു ഇത്ലൂസ് യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ വീട്ടിലെല്ലാ എല്ലാവർക്കും പിള്ളേർക്കെന്നല്ല വലിയ ആൾക്കാർക്ക് എല്ലാം ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയുള്ള സാധനമായിരിക്കും. അതായത് ഇഷ്ടമില്ലാത്ത സാധനമായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ടെക്നിക്കിലൂടെ നമുക്ക് അവരെ കഴിപ്പിക്കാം. ഇതിനാണ് ഞാൻ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ആഡ് ചെയ്യാനായിട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം, നട്ട്സ്, ബദാം, ഇതിൽ ആഡ് ചെയ്യാനായിട്ടൊരു 4 5 ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ഞാനിതിലോട്ടൊരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ ബട്ടറാണ് ഞാനിതിലോട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബട്ടറൊക്കെ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഈ ചെറിയ കല്ലുണ്ടാവുമല്ലോ, ഇടിക്കുന്ന സാധനം. പണ്ടൊക്കെ അമ്മാമ്മമാരൊക്കെ ഈ മുറുക്കാനൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമില്ല. അതൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചതയ്ക്കാനായിട്ട് വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അതിൽ ക്രഷ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറുണ്ടെങ്കിൽ അതിനകത്തൊരു ഒറ്റ കറക്കത്തിൽ തന്നെ ഈ സാധനം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ബട്ടറൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ക്രഷ് ചെയ്തിരിക്കുന്ന നട്ട്സ് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നട്ട്സൊക്കെ ഇതിനകത്ത് ഒന്ന് കിടന്ന് ഒരു ചെറിയൊരു കളർ ചേഞ്ച് മതി കേട്ടോ. ഒരുപാട് മൊരിയിച്ചെടുക്കണം എന്നില്ല. അപ്പോൾ ഇതൊന്ന് കളർ ചേഞ്ചായി വരുന്ന ടൈമിൽ നമുക്ക് ആ സൈഡിലിരുന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ഏത്തപ്പഴം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം പ്രിപ്പയർ ആയതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയാലും മതി. പക്ഷേ എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓണായി കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ഈ പാവയ്ക്ക് കീ കൊടുക്കുന്ന പോലെ എന്നാലും എനിക്ക് സ്പീഡ് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ടൈമിലാണ് ഓരോന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ മടിയില്ലാത്ത കൂട്ടത്തിലാണെങ്കിൽ നിങ്ങളിതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാനിതിലോട്ട് ഈ ഈന്തപ്പഴം കൂടെ ഞാനതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതേ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമുക്ക് കുറേശ്ശെയായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിനകത്തോട്ട് വേറെ വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ ചേർത്തിരിക്കുന്ന ബട്ടർ തന്നെ ഇതിലോട്ട് ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഈ സ്ലൈസ് ചെയ്തിരിക്കുന്ന പഴമെല്ലാം നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റാം. അപ്പോൾ ഗായ്സ്, നമുക്കിതിലോട്ട് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാം. എന്താണെന്നല്ലേ, 2 ടീസ്പൂൺ ഷുഗർ കേട്ടോ. 2 ടീസ്പൂൺ. ഇതിൽ മധുരം എന്തായാലും കാണും. കാര്യം നന്നായിട്ട് പഴുത്ത കറുത്ത കളർ വന്ന ഏത്തപ്പഴമാണ്, മധുരം കാണും. പക്ഷെ ഒരു ഇച്ചിരിയും കൂടെ മധുരം ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നത്. ഷുഗർ നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഈ ടൈമിലൊക്കെ പഞ്ചസാര കഴിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പിള്ളേർക്കാണെങ്കിലും കൊടുക്കുന്ന അത്ര നല്ല സാധനമൊന്നും അല്ല പഞ്ചസാര. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കൽക്കണ്ടം ഉണ്ടെങ്കിൽ കൽക്കണ്ടം പൊടിച്ചത് ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പരിവമായിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് നേരം കൊണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം ഇതിന്. അപ്പോൾ ഗായ്സ്, നമ്മുടെ അടിപൊളി 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് അടിപൊളി സാധനമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.